അത് തീർച്ചയായിട്ടും 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജയം ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളത് ഇനിയിപ്പോൾ അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 543 ലോക്സഭാ മണ്ഡലങ്ങൾ 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2.5 മാസത്തോളമായി നീണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മുന്നണികളും എത്തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചതെന്നൊക്കെയും ഇന്ത്യയിലെ ജനം വിലയിരുത്തിയതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ രാവിലെ 8 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ ഇടങ്ങളിലായിട്ട് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഏകദേശം 9 മണിയോടുകൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനം 12:30 വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലൂടെ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കും. എത്ര സ്ഥലങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്, മറ്റെന്തൊക്കെ സജ്ജീകരണങ്ങളാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉഷ്ണതരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി ചില ആശങ്കകളൊക്കെയും പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണം എന്നുള്ള ഒരു കാര്യം കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്മീഷൻ ഈ ആവശ്യം തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുവാൻ സാധിക്കില്ല, അത് വളരെ വലിയ താമസമുണ്ടാക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യം നേതാക്കൾ ഈ വിഷയങ്ങളൊക്കെയും ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ കണ്ടിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യ നേതാക്കളുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വെക്കാം എന്നുള്ള നോംസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം എണ്ണുക അത് അപ്രായോഗികമാണ്, അല്ലെങ്കിൽ ഇതിനുമേലുള്ള കൃത്രിമം നടക്കുമെന്നുള്ള ആശങ്കയായിരുന്നു ഇന്ത്യ മുന്നണി പങ്കുവെച്ചത്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു കൃത്രിമവും നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ആശങ്കകളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ നടപടി എന്ന വണ്ണം ഈ വോട്ടിങ്ങിന് മുൻപായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണം, പിന്നെ മറ്റു ചില കാര്യങ്ങളിലും ചില ആശങ്കകൾ ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി കൂടി ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗിൽ ഇത്തരം ആശങ്കകളൊക്കെ പങ്കുവച്ചിരുന്നു. അതൊക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതൊക്കെയും ദൂരീകരിക്കുന്നതിന് വേണ്ടി കമ്മീഷനെയൊക്കെയും കാണുമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്നലെ നേരിട്ട് പോയി കണ്ട് ഈ ആവശ്യങ്ങളൊക്കെ അറിയിച്ചത്. എന്നാൽ ആ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കകളും ആവേശത്തിലുമൊക്കെയാണ് രാജ്യം നിലനിൽക്കുന്നത്. മോദിക്ക് 3-ാം ഊഴം രാജ്യത്ത് ജനങ്ങൾ നൽകുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യം 295 സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്നാണ് ഇന്നലെയും രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. ഇന്ത്യ സഖ്യ നേതാക്കളുടെയൊക്കെയും ആത്മവിശ്വാസം അത്തരത്തിൽ തന്നെയാണ്. ഇന്ത്യ സഖ്യം വളരെ വലിയ വിജയം നേടും. അതിനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ AICC ആസ്ഥാനത്ത് പ്രത്യേകിച്ച് നേതാക്കളെയും അതുപോലെ PCC അധ്യക്ഷന്മാരെയും സ്ഥാനാർത്ഥികളുമൊക്കെയും നേരിട്ട് കണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റ് നേതാക്കളൊക്കെയും സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചിരുന്നു. എന്തായാലും ഇനിയുള്ള നീക്കങ്ങളൊക്കെയും ആരംഭിച്ചിരുന്നു, വേഗത്തിലാക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിനെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അറിയുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് സഖ്യ നേതാക്കളൊക്കെയും മുൻപോട്ട് വെക്കുന്നത്. എന്നാൽ മോദിയുടെ ഇഫക്റ്റ് അല്ലെങ്കിൽ മോദി തരംഗം 3-ാം തവണയും അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മോദിയുടെ വികസനങ്ങളൊക്കെയും ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള ആത്മവിശ്വാസമാണ് NDA മുന്നണിക്കുള്ളത്. അത്തരത്തിലാണ് അവരുള്ള ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ 400-ലധികം സീറ്റ് നേടും എന്ന ആത്മവിശ്വാസമാണ് BJP മുൻപോട്ട് വെക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.